പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നലെ ഇവിടെ ഒരു ടെൻ്റ് അടിച്ചു, ഇന്നലെ വീഡിയോ കൊണ്ടുവരാം. അപ്പോൾ ഇന്ന് ഉടുപ്പി പോകും. ഉടുപ്പിയിൽ ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ അവിടെ പോകണം. ആളവിടെ കാത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മെസ്സേജ് അയച്ചിട്ടുള്ളൂ. ഫുഡൊക്കെ ഞാൻ എപ്പോഴും കാണിച്ചു തരുന്നുണ്ട്. ഈ കാണുന്നതാ ബ്രെഡും പീനട്ടും ഒക്കെ ഉണ്ട്. ഇനി ബാക്കി കാഴ്ച ഇറങ്ങിയിട്ട് കാണാം. നല്ല മഴ ഉണ്ട് ഇവിടെ, നല്ല മഴയാണ്. ഞാനങ്ങനെ അവിടുന്ന് ഇറങ്ങി ഇപ്പോൾ നേരെ മറ്റേ നാഷണൽ ഹൈവേയിലേക്ക് പോവാം. അതാകുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് വണ്ടി കിട്ടും. അവിടെ എത്തിയിട്ട് ലിഫ്റ്റ് വെച്ച് നോക്കാം. ഒരു 2 കിലോമീറ്റർ നടക്കാണ്ട്. അങ്ങനെ നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് എത്തി. 2 കിലോമീറ്ററൊന്നുമല്ല, ഒരു 3 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നേരെ ചോദിച്ചു നോക്കാം, ലിഫ്റ്റ് വെച്ച് നോക്കാം. ഉടുപ്പിയാണ് ലക്ഷ്യം. ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് വണ്ടി കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയാവും. ഏകദേശം ഒരു വണ്ടി നിർത്തി തന്ന തലപ്പാടി വരെ. പക്ഷെ എനിക്ക് നേരെ ഉടുപ്പി കിട്ടുകയാണെങ്കിൽ ഒരൊറ്റൊന്നിൽ കയറിയാൽ മതി, മാറി മാറി കയറണ്ടല്ലോ. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ബാഗ് ഇത് അവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് ലിഫ്റ്റ് കിട്ടുന്നില്ല, നല്ലോണം ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തലപ്പാടി വരെ പോകും. കേരളത്തിൻ്റെ ബോർഡർ, ലാസ്റ്റ് ബോർഡർ. അപ്പോൾ അവിടുന്ന് ഏതെങ്കിലും വേറെ ലിഫ്റ്റ് വെച്ചിട്ട് പോകണം. പിന്നെ കാണാം. ആ കാണുന്ന ടോൾ ഗേറ്റ് റെഡിക്ക് കാണണ്ടോ അറിയില്ല. കർണാടക. ഇവിടെ പോയാലും മഴ, നല്ല അസല മഴ. അങ്ങനെ കേരളം വിട്ട് കിടന്ന് നേരെ കർണാടക. ഏകദേശം കുറെ നേരമായി വന്നു നിന്നിട്ട് ഇതുവരെ ലിഫ്റ്റ് കിട്ടിയില്ല. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. ലിഫ്റ്റ് കിട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ കുറച്ച് കാത്തു നിന്നിട്ടാണെങ്കിലും കിട്ടി. പണമ്പൂര് ബീച്ച് വരെ പോകുന്നുണ്ട്. അവിടുന്ന് നേരെ ഉടുപ്പിയിലേക്ക് വേറെ ട്രക്ക് കയറണം. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് വരെ വണ്ടിയിട്ട് ആളുണ്ടല്ലോ. ബീച്ച് മോനെ എന്ത് ഫ്രണ്ട്ലി അറിയും. കാസർഗോഡാണ് സ്ഥലം. ആള് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട പറഞ്ഞുകൊണ്ട് മാത്രം ഉൾപ്പെടുത്താത്തതാണ്. ഫുള്ള് സംസാരവും കുറച്ച് കന്നഡ പഠിപ്പിച്ചെന്ന്. അങ്ങനെ പോണ വണ്ടിയിലൊക്കെ ഹോണടിച്ചിട്ട് ഉടുപ്പിയിലേക്കാണോ, ഒരാൾ ഉടുപ്പിയിലേക്കല്ല, അത് ഉടുപ്പിയിലേക്കാണോ, എത്ര ആൾക്കാരുണ്ട് ചോദിച്ച്. അങ്ങനെ ലാസ്റ്റ് ഒരു വണ്ടി ഒപ്പിച്ചല്ല. ഇനിയിപ്പോൾ നേരെ ഉടുപ്പി പോകണം. ഉടുപ്പി പോയിട്ട് ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. അങ്ങനെ നമ്മൾ ബായിനോട് വിട പറഞ്ഞ് ഇതുമാരെ ഞാൻ പോലോ മല്ലപ്പ. അപ്പം അങ്ങനെ ബായിനോട് കുറേ സംസാരിച്ച്. ബായി അല്ല, ഇവിടെ തന്നെയാണ്, കർണാടകയാണ്. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടെ ഇറങ്ങാം. ഇനി കാണുന്ന ഉള്ളോട്ടേക്ക് നടക്കണം. നല്ല വിശപ്പ്. ഫുഡ് ഓർഡർ ചെയ്ത് ഭാഷയെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ പ്രശ്നം. ഇതൊക്കെ അടിപൊളിയാണ്. ചെങ്ങാനെ കറങ്ങി, കാരണം ചിലർക്ക് ഒന്നും ഇവിടെ ഏകദേശം ഹിന്ദി, ഇംഗ്ലീഷൊക്കെ അറിയാം. കൂടുതൽ കന്നഡ തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ കന്നഡ നമ്മളിനി നേരെ മാൽപ്പ ബീച്ച് പോവാണ്. ബാഗ് ഏകദേശം എവിടെയെങ്കിലൊക്കെ അയച്ചു വെക്കണം. എൻ്റെ ബാഗ് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നമുക്ക് പോവാം.
കാരണം ചെറിയ സ്കൂട്ടിയാണ്, റെഡി ആവില്ല. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഈ ഷൈ, അവൻ കുറച്ച് ഷൈയാണ്. പക്ഷെ ക്യാമറന്റെ മുന്നിൽ മാത്രം കേട്ടോ, ക്യാമറ അല്ലെങ്കിൽ ആള് കുറെ സംസാരിക്കും. ഇതാണ് മാൽപേ ബീച്ച്. മാൽപേ ബീച്ച് റൈറ്റ്. സോ ഇവിടെ കുറച്ചു നേരം കുത്തിരിക്ക, ചില്ലയ്യ. ഇതാണ് കർണാടകയിലെ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോന്നോ എനിക്കും അറിയാത്തതുകൊണ്ട് ഞാൻ റെഡിക്ക് പറയുന്നില്ല. സീവാക്ക് ഫസ്റ്റോ സെക്കൻഡോ ലോങ്ങസ്റ്റ് സീവാക്ക് മാൽപേ ബീച്ച്. ഒരുപാട് ആളുകളാ. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചാൽ അടുത്തെത്തിയിട്ട് ഇവിടെ എല്ലാവരും മീൻ പിടുത്തവും പ്രത്യേകിച്ചൊന്നുമില്ല. മാൽപ്പേല് മെല്ലെ ഇറങ്ങി ഇനി നേരെ ഒരു ടെമ്പിളിൽ പോണം, ജസ്റ്റ് വെറുതെ കറങ്ങാനാ. നമ്മളെ സവ്യസാക്ഷിന്റെ ടുക്ടുക്ക് വണ്ടി. ഏകദേശം ഒരു ഹിഡൻ ബീച്ചാണ്. ഇതാണോ വാട്ട് യു സീൻ ഹിയർ, ഒറിജിനൽ പാർട്ട് ഓഫ് ദ വെയിൽസ് ക്യാമ്പ്. ഇക്കാണുന്നതാ, ഇക്കാണുന്നത് ഒറിജിനൽ ആട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല. ദിസ് ഇസ് ഒറിജിനൽ. ഒരു വെയിലിന്റെ സ്കള്ളാണ് ഈ കാണുന്നത്. ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതാ കെട്ടി വെച്ചു. This one is always here. Yeah. Hello. ഇത് ഏകദേശം ഒരു കെമിക്കൽ കോട്ടിങ് ചെയ്തതാണ്. പുറമേ കാണുന്ന കളറ് ശരിക്കും ഇല്ല കേട്ടോ, ഉണ്ടാക്കി വെച്ചതൊന്നല്ല. സോ പോവാം. മഴ ഒന്നും ഇല്ലെങ്കിൽ ഈ ബോട്ട് ഇവിടെ കാണുന്നില്ല. കാരണം മഴ ആയതുകൊണ്ടാണ് മീൻപിടുത്തവും കാര്യങ്ങളായിട്ട് ഈ ബോട്ട് ഇങ്ങനെ നിർത്തിയില്ല. ഈ കാണുന്ന ഫുള്ള് What is the temple name? Krishnamata. Krishnamata. Yes. ഇവിടെയുള്ള ഫേമസ് ടെമ്പിളാണ് കൃഷ്ണമാട്ട. ഉള്ളോട്ടേക്ക് ചിലപ്പോൾ വീഡിയോ അലോഡാണോന്ന് അറിയില്ല. ക്ഷേത്രത്തിൻ്റെ ഉള്ളോട്ട് കയറണമെന്നുണ്ട് പ്രത്യേക വസ്ത്രമൊക്കെ ധരിക്കണം. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തൊക്കെ വഴിയൊരു കച്ചവടങ്ങൾ. ഇവനെ കുറിച്ച് ഞാൻ അറിയില്ല. ഇവനെ എല്ലപ്പെട്ടിന്ന് ഞാൻ സ്റ്റാഫായിട്ട് 3 ദിവസം നിന്നില്ലേ, അന്നപ്പോൾ ഗസ്റ്റായിട്ട് വന്ന, അപ്പോൾ അങ്ങനെ പരിചയം. ഷൂ അയച്ചു വെച്ച് ഏകദേശം ഉള്ളിൽ കയറി വരാണ്. പ്രസാദൊക്കെ മേടിച്ച്, പക്ഷെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഫോണ് അലോഡല്ല. വിഷ്വൽസ് ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ വിഷ്വൽസ് ഉള്ളത്തെ അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി കൾച്ചറും. ഇവിടെ ഏകദേശം ഒരുപാട് മട്ട എന്നാ പറയാ. ഇവിടെ കൃഷ്ണമാട്ട ഉണ്ട്, വേറെ ഒരുപാട് ടെമ്പിൾ ഉണ്ട് അടുത്തടുത്തായിട്ട്. ഏകദേശം നടന്ന് കാണാൻ പറ്റിയ ഒരുപാട് ടെമ്പിൾ ഉണ്ട്. This is also temple. This is temple of Mata. Mata. Here, one head, like there will be many matas, right? So in this, one head will be worshipping this Krishna Mata. Okay. Oh. You got it? Oh, got it. Like there's many matas, right? Yeah, right. So every mata has a one leader. So every year the leader changes.
changes to like he has to what the puja the Krishna Mata. Oh. No, I got it. So last there is Shirur Mata. So currently they are what ruling that Oh. Krishna Mata. Krishna Mata. So as the rules and it will go according to them. So next year another Mata. They will go like. ഒരുപാട് ടെമ്പിൾ അല്ല അടുത്തടുത്ത് മാട്ടാന്ന് അറിയാം. ഈ കാണുന്നതാണ് മെയിൻ ടെമ്പിൾ. അതിന് ചുറ്റിപ്പറ്റി ഒരുപാട് ടെമ്പിളുണ്ട്. ടെമ്പിളല്ല, മാട്ട. ഷവർമ മേടിക്കാൻ വന്നാണ്. സ്റ്റേ ചെയ്തിരിക്കണ ഹലാലാറടെ. അങ്ങനെ ഷവർമ മേടിച്ചതിന് പാർസലാണ് മേടിച്ചത്. ബൈക്കിൽ നിന്ന് എവിടെന്നെങ്കിലും ഷവർമ. സൺസെറ്റ് ഇല്ല തൽക്കാലം എല്ലാം വെയ്യോണ്ട് അടിപൊളി ഷവർമ. Sunset is not. We can't get. Should go. ഇന്നത്തേക്ക് സൺസെറ്റ് ഇല്ല. തിരിച്ചു പോവാ. നമ്മളിപ്പോൾ ഉള്ളത് മണിപ്പാലാണ് സ്ഥലം. മണിപ്പാലം. Hospital now. The small hospital, the main hospital is opposite. This is small. ഇത് ഇവിടുത്തെ ഒരു ആശുപത്രിയാണ്. This is private, right? Gym for only? Manipal students. Oh. മണിപ്പാൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ജിമ്മാണ്. Whatever diseases you have, no? Dental, cancer, anything. What? This is the main entrance. Oh, medical college. ഇതാണ് മണിപ്പാൽ ലേക്ക്. ഏകദേശം ഇവിടെ കൂടുതൽ ആളുകൾ ജോഗിങ്ങിനും കപ്പിൾസായിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ വ്യൂ അടിപൊളിയാണ്. പാവമുണ്ടോ ചെക്കനിന്നെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്നുണ്ട്. ഇവൻ എന്നെ വിടാനൊരു വഴിയില്ല കേട്ടോ. എന്തോ ജ്യൂസ് മേടിച്ചിട്ട് ഇതിനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല പറഞ്ഞു. കച്ചോടി ട്രൈ ചെയ്തണോ പറഞ്ഞിട്ട് ഇല്ല പറഞ്ഞതാ. അതിനും കൊണ്ടുവന്ന് ഈ ട്രൈ ചെയ്തിട്ട് നോക്കാം. പിന്നെ വേണ്ട പറഞ്ഞ കേക്കണ്ടേ. Eat man, you also eat. I've eaten many times. I have tried it many times. I can daily. You try. കച്ചോരി എന്ത് അടിപൊളി സാധനമാണ്. ഏകദേശം നമ്മളെ യാത്ര കഴിഞ്ഞ് ഒക്കെ മേടിച്ചു തന്നെ ഒരു റൊട്ടിയും കൂടി മേടിച്ച കാരണം ബോസം കൂടി പോയി. ഇപ്പോൾ വരും ബോസ്. ഓക്കെ മാം. അപ്പോൾ ഓന് ഇവിടുത്തെ ആളുകളോട് സംസാരിച്ച് ഇന്നിപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാന്ന് പറഞ്ഞു. ഏതാറോ ചെക്കൻ വിടുന്നില്ല. ഓരോന്ന് മേടിച്ച് തന്നിട്ടേ ഇന്നത്തേക്ക് ഇനിയിപ്പോൾ നൈറ്റ് ഡിന്നർ ഇത് മതി. നല്ല രസമുണ്ട്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. ഇനിയിപ്പോൾ ടെൻ്റ് അടിക്കണം, കിടന്നുറങ്ങണം. ഇതും മേടിച്ചത് ഞാൻ പറയില്ലേ, റൊട്ടി കഴിച്ചു നോക്കണം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ടെൻ്റൊക്കെ അടിച്ചതിന് ഇനി കിടക്കണോ. ഇതാ
അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.